ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോൺസുലർ, പാസ്പോർട്ട്, വിസ, വെൽഫെയർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കുന്നതിനായി മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിക്കും. ഏപ്രിൽ 18-ന് 2 മണി മുതൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓപ്പൺ ഹൗസ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് പരിപാടിയുടെ ഓൺലൈൻ ലിങ്ക് അയച്ച് നൽകുന്നതായിരിക്കും. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലും മലയാളമടക്കമുള്ള പ്രാദേശിക ഭാഷകളിലും വിഷയങ്ങൾ അവതരിപ്പിക്കാം. രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങളാണെങ്കിൽ പ്രത്യേക മെയിലിൽ ഇമെയിൽ ചെയ്യാവുന്നതാണ്. അംബാസിഡർ GV ശ്രീനിവാസ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2025 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഒമാനിലെ മസ്കറ്റ് ഗവർണറേറ്റിൽ മാത്രം ജനസംഖ്യ 1.5 ദശലക്ഷത്തിലെത്തി. ഇത് ഗവർണറേറ്റിന്റെ വൈവിധ്യമാർന്ന ജനസംഖ്യാ ഘടന എടുത്തു കാണിക്കുന്നു. മൊത്തം ജനസംഖ്യയുടെ 61% പ്രവാസികളാണ്. 39% ഒമാനി പൗരന്മാർ. 2024-നെ അപേക്ഷിച്ച് മസ്കറ്റ് ഗവർണറേറ്റിലെ ജനസംഖ്യയിൽ 3% വർധനവുണ്ടായതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഈ വളർച്ച തലസ്ഥാന മേഖലയിലുണ്ടായ വികസനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. തലസ്ഥാന നഗരം ആഭ്യന്തര അന്തർദേശീയ താമസക്കാരെ ആകർഷിക്കുന്നതായുമാണ് ഈ വർധനവ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണമായ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ റോയൽ ഒമാൻ പോലീസ് ശക്തമാക്കുന്നു. ഇതിനായി നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി ROP നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ വിന്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒമാന്റെ റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ സജീവമാണെന്ന് റോയൽ ഒമാൻ പോലീസിലെ ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ ഹമദ് അൽ ഫലാഹി പറഞ്ഞു. ഈ നൂതന ക്യാമറകൾക്ക് ഉയർന്ന അളവിലുള്ള കൃത്യതയോടെ ഫോൺ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്താനും തത്സമയം നിയമലംഘനങ്ങൾ തിരിച്ചറിയാൻ അധികാരികളെ സഹായിക്കാനും സാധിക്കും. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് പുറമെ ഗതാഗതം നിരീക്ഷിക്കുന്നതിനും തിരക്കേറിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനും ഈ സംവിധാനം സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ വിപുലമായ പരീക്ഷണങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം സ്മാർട്ട് സംവിധാനങ്ങളുടെ വിന്യാസം നിയമലംഘനങ്ങളും റോഡപകടങ്ങളും ഗണ്യമായി കുറയ്ക്കുമെന്നും ബ്രിഗേഡിയർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഖത്തറിൽ സർക്കാർ പൊതുമേഖലാ സ്കൂളുകളിൽ പ്രവാസികൾക്കും തൊഴിലവസരം. രാജ്യത്തെ പൗരന്മാർക്കും താമസക്കാർക്കുമായി പൊതുവിദ്യാലയങ്ങളിൽ അനുവദിച്ചിട്ടുള്ള തൊഴിൽ ഒഴിവുകൾ ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ്, അക്കാദമിക് തസ്തികകളിലെ ഒഴിവുകളാണ് മന്ത്രാലയം സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രഖ്യാപിച്ചത്. യോഗ്യരായ സ്വദേശികൾക്കും പ്രവാസികൾക്കും തൊഴിലവസരത്തിനായി അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്വദേശികൾക്ക് മന്ത്രാലയത്തിന്റെ കവാദിർ പ്ലാറ്റ്ഫോം വഴിയും രാജ്യത്തെ താമസക്കാരായ പ്രവാസികൾക്ക് തൗത്തീഫ് പ്ലാറ്റ്ഫോം വഴിയും ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ്. US ഇറക്കുമതികൾക്ക് 10% പകരം താരിഫ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന അടിയന്തര നിർദ്ദേശം ബഹ്റൈൻ പാർലമെന്റ് നേരിയ വോട്ടിന് അംഗീകരിച്ചു. പിരിമുറുക്കവും കടുത്ത പോരാട്ടവും നടന്ന വോട്ടെടുപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലെ പരസ്പര ബന്ധത്തിന്റെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ MPമാർ ഈ നീക്കത്തെ അനുകൂലിച്ചു. 4 MPമാരുടെ പിന്തുണയോടെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ MP അഹമ്മദ് ഖരാത്തയാണ് ഈ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ബഹ്റൈനിൽ പ്രധാന വ്യവസായത്തെയും വ്യാപാരത്തെയും ബാധിക്കുന്ന മേഖലകളിൽ FTAയുടെ ആവർത്തിച്ചിട്ടുള്ള ലംഘനങ്ങൾക്ക് മറുപടി നൽകുക എന്നതാണ് ഈ ഭേദഗതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. വളരെ നേരിയ ഭൂരിപക്ഷമുള്ള ഒരു വോട്ടെടുപ്പിൽ ഈ നിർദ്ദേശം വെറും 2 വോട്ടുകൾക്കാണ് വിജയിച്ചത്. വാഷിംഗ്ടണുമായുള്ള വ്യാപാര രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾ നടന്ന പ്രതിവാര സെഷനിൽ ഇതൊരു ലംഘനമല്ല എന്നും ഇത് അവകാശമാണെന്നുമാണ് ഖരാത്ത പറഞ്ഞത്. ഇത് FTA ലംഘനമല്ലെന്നും അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു.
ഭേദഗതിക്കെതിരെ അന്യായമായ നടപടികളുണ്ടായാൽ പരസ്പര നടപടി സ്വീകരിക്കാൻ കരാറിന്റെ ആർട്ടിക്കിൾ 8 അനുവദിക്കുന്നുണ്ടെന്നും രാജ്യത്തെ വ്യവസായങ്ങളെയും കയറ്റുമതിയെയും ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ US ഏർപ്പെടുത്തിയതിനെതിരെ തങ്ങൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാർലമെന്റിന്റെ സാമ്പത്തികകാര്യ സമിതി ചെയർമാൻ MP അഹമ്മദ് അൽ-സല്ലും ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇത് US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന അവശ്യ വസ്തുക്കളുടെ വില വർധനവിന് കാരണമാകുമെന്നും സാധാരണ ബഹ്റൈനികളെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. US ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണം മുതൽ ഇലക്ട്രോണിക്സ് വരെ ബഹ്റൈൻ വിപണികളിൽ വലിയ സ്വാധീനമുള്ളവയാണ്. താരിഫ് ചുമത്തുന്നത് ചെലവ് വർദ്ധിപ്പിക്കുകയും അത് ഉപഭോക്താവിനെ ബാധിക്കുകയും ചെയ്യുമെന്നും അൽ-സല്ലും പറഞ്ഞു. വിശ്വസനീയമായ ഒരു വ്യാപാര പങ്കാളിയെന്ന നിലയിൽ ബഹ്റൈനെ ഈ നിർദ്ദേശം ബാധിച്ചേക്കാമെന്നും ആശങ്കയും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAE-ൽ ശക്തമായ പൊടിക്കാറ്റ് തുടരുന്നു. രാവിലെ മുതൽ തുടങ്ങിയ കാറ്റ് മിക്ക സ്ഥലത്തും ദൂരക്കാഴ്ച കുറയ്ക്കുകയും വാഹന സഞ്ചാരം മന്ദഗതിയിലാക്കുകയും ചെയ്തു. താപനിലയിൽ വീണ്ടും കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ പൊടിക്കാറ്റ് മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഇത് ദൂരക്കാഴ്ച കുറയ്ക്കുമെന്നും ദുബൈ, അബുദാബി, അൽ ഐൻ, അൽ ദഫ്ര പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കെട്ടിടങ്ങളിലേക്ക് പൊടി കടക്കുന്നത് തടയാൻ വാതിലുകളും ജനലുകളും അടച്ചിടണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് താപനില 32 ഡിഗ്രി മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കുറഞ്ഞ താപനില 22 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും പ്രതീക്ഷിക്കാം. രാജ്യത്തുടനീളം മിതമായതോ ശക്തമായതോ ആയ കാറ്റും വീശും. തീരദേശ ദ്വീപ് പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും പർവ്വതങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും വേഗത്തിലായിരിക്കും കാറ്റ് വീശുന്നത്. നാളെയും ശക്തമായ പൊടിക്കാറ്റ് തുടരുമെന്ന് NCM പ്രവചിച്ചു. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില പാർക്കുകളിൽ ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന നിരക്ക് പരിഷ്കരിച്ചു. സന്ദർശകർക്കുള്ള പുതിയ പ്രവേശന നിരക്ക് കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ മന്ത്രാലയം പുറത്തുവിട്ടു. മുനിസിപ്പാലിറ്റി മന്ത്രി അബ്ദുള്ള ബിൻ ഹമദ് ബിൻ അബ്ദുള്ള അൽ അത്തിയയുടെ ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് പുതിയ നിരക്ക് നിലവിൽ വന്നത്. രാജ്യത്ത് ഏതാനും പ്രധാന പാർക്കുകളിൽ വർഷങ്ങളായി തുടരുന്ന പ്രവേശന ഫീസാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ പാർക്കുകളിലും ഭിന്നശേഷിക്കാർക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. രാജ്യത്തെ പ്രധാന പാർക്കുകളുടെ ഫീസ് നിരക്ക് ഇനി പറയുന്നു. പാണ്ട ഹൗസ് മുതിർന്നവർക്ക് 50 റിയാൽ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 25 റിയാൽ. അൽഖോർ പാർക്ക് മുതിർന്നവർക്ക് 15 റിയാൽ, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 10 റിയാൽ. എന്നാൽ പ്രധാന ആഘോഷവേളകളിൽ മുതിർന്നവർക്കുള്ള നിരക്ക് 50 റിയാലായിരിക്കും. മൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റ നൽകുന്നതിനും 50 റിയാൽ ഈടാക്കും. ഫീസ് ഈടാക്കുന്ന മറ്റ് പാർക്കുകൾ: മുതിർന്നവർക്കുള്ള പ്രവേശന നിരക്ക് 10 റിയാൽ, കുട്ടികൾക്ക് 5 റിയാൽ. ആഘോഷ സമയത്ത് 30 റിയാലായിരിക്കും പ്രവേശന നിരക്ക്. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പാർക്കുകളിൽ പ്രവേശനം സൗജന്യമാണ്. സൗദി അറേബ്യ ഹജ്ജ് സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി താമസക്കാർക്ക് ഓൺലൈൻ പെർമിറ്റുകൾ നൽകാൻ ആരംഭിച്ചു. ഹജ്ജ് സീസണിൽ രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്കാണ് ഈ പെർമിറ്റ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷിർ, മുഖീം എന്നീ പോർട്ടലുകൾ വഴി പെർമിറ്റിന് അപേക്ഷിക്കാം. പാസ്പോർട്ട് ഓഫീസുകളിൽ പോകേണ്ടതില്ല.